ഇത് സർക്കാരിൻ്റെ കഴിവുകേടാണോ അതോ മലയോര ജനതയോടുള്ള ഒരു വെല്ലുവിളിയാണോ? രാജഭരണത്തിലല്ലല്ലോ നമ്മൾ ജീവിക്കുന്നത്. ഇവിടെയുള്ള വനപാലകർക്ക് ആയുധങ്ങളില്ല കാര്യമായിട്ട്. ഈ വാക്കത്തെയും മുളവടിയും കൊണ്ട് ഇന്ന് ഒരു മാനിനെ പോലും നേരിടാൻ പറ്റില്ല. അപ്പോഴാണ് പിന്നെ ആനയും കടുവയും ഇങ്ങനെ ഉപദ്രവിക്കാനൊക്കെ വരുന്ന ആനകളെ ഒന്നും ചെയ്യാൻ പാടില്ല. അവർ വീട്ടിലേക്ക് കയറി വന്നോട്ടെ, കുഴപ്പമൊന്നുമില്ലെന്നാണ് പറയുന്നത്. ഇവിടെ കാട് കയ്യേറിയത് ആരാണ്? പിന്നെ എന്തുകൊണ്ട് 3 പാർട്ടികൾ ഒന്നിച്ച് പ്രഖ്യാപിച്ചു ഹർത്താൽ? പ്രശ്നമുണ്ടാക്കണമെന്ന് മനഃപൂർവ്വം ചിന്തിച്ച് ഏതെങ്കിലുമൊക്കെ സർക്കാരിനെയും മറ്റു പാർട്ടികളെ, പ്രതിപക്ഷത്തെ ഭരണപക്ഷത്തെയൊക്കെ അവഹേളിക്കാനും അതല്ലെങ്കിൽ നാട്ടുകാരെ ഭയപ്പെടുത്താനുമൊക്കെയുള്ളൊരു തന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് ഇതിനുള്ളിലുള്ളവർ തന്നെ വെസ്റ്റഡ് ഇൻട്രസ്റ്റ്, നിശ്ചിത താല്പര്യക്കാർ ഇങ്ങനെയുള്ള അക്രമങ്ങളിലേക്ക് തിരിഞ്ഞു കാണാം. ഇവിടെ ഒരു പ്രതികാര ബുദ്ധിയോടുകൂടി ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവിടെയൊക്കെ എന്തൊക്കെയോ സംശയിക്കേണ്ടതുണ്ട്. ഈ കേസെടുത്തതിനെ ഒന്നും ന്യായീകരിക്കാൻ എനിക്ക് പറ്റില്ല. ഒരു ജനാധിപത്യ രാജ്യമായി ഇന്ത്യയിൽ ജീവിക്കുന്നവർക്ക് ഇപ്പോൾ ഈ ജനാധിപത്യത്തിൻ്റെ വില മനസ്സിലാവില്ല. ഇതില്ലാത്തൊരവസ്ഥ വരുമ്പോഴാണ് അന്ന് വിലപിക്കേണ്ടി വരുന്നത്. കഴിഞ്ഞ 2 ദിവസം മുമ്പ് പുൽപ്പള്ളിയിൽ നടന്ന പ്രതിഷേധവും അതിനുശേഷം നടന്ന കാര്യങ്ങളെല്ലാം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. എന്തായാലും ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് കൂടുതൽ പ്രതികരിക്കുന്നതിനായിട്ട് മാനന്തവാടി രൂപതയുടെ അധ്യക്ഷൻ ബിഷപ്പ് മാർ ജോസ് പെരുന്നേടം പിതാവ് നമ്മളോടൊപ്പം ചേരുകയാണ്. പിതാവെ, സ്വാഗതം. കഴിഞ്ഞ 2 ആഴ്ചക്കുള്ളിൽ 2 വ്യക്തികളാണ് അടുപ്പിച്ച് തന്നെ വന്യമൃഗ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. എന്നിട്ടും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു തണുത്ത പ്രതികരണമാണ് ഈ ഒരു വിഷയത്തിൽ. ഇത് സർക്കാരിൻ്റെ കഴിവുകേടാണോ അതോ മലയോര ജനതയോടുള്ള ഒരു വെല്ലുവിളിയാണോ? ഒന്നാമതായിട്ടിത് കഴിവുകേടാണോ എന്ന് ചോദിച്ചാൽ, സർക്കാർ എന്ന് പറയുന്ന ഒരു സംവിധാനമാണ്. അതിലുള്ള വ്യക്തികൾ, മന്ത്രിമാർ, അതുപോലെയുള്ള ഉദ്യോഗസ്ഥരും അവരുടെ കഴിവുകേടാണ് എന്ന് ഞാനൊരിക്കലും പറയില്ല. അതിൽ കഴിവുള്ളവരുണ്ടാകാം, കഴിവ് കുറഞ്ഞവരുണ്ടാകാം എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ സംവിധാനത്തിൻ്റെ കാര്യക്ഷമത, സംവിധാനം കാര്യക്ഷമമല്ല എന്നുള്ളത് ഇവിടെ തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു. കാര്യക്ഷമമായ ഒരു സംവിധാനമാണെങ്കിൽ പോലും ഈ പ്രശ്നത്തിൽ അത് കാര്യക്ഷമമായിരുന്നില്ല, സമയത്ത് ഇടപെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ കാര്യക്ഷമതയിലും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ചേതോവികാരത്തിലുമൊക്കെ ഞങ്ങൾക്ക് ബലമായ സംശയമുണ്ട്. ഇനി ജനതയോടുള്ള വെല്ലുവിളിയാണോ? വെല്ലുവിളിയൊന്നും ഞാൻ പറയില്ല. ഒരുപക്ഷെ ഈ ജനത മറ്റ് സ്ഥലങ്ങളിലെ ആളുകളെ പോലെ അത്രയധികം പണമുള്ളവരോ സ്വാധീനമുള്ളവരോ അതുമല്ലെങ്കിൽ സംഘടിത ശക്തിയുള്ളവരോ അല്ല. അപ്പോൾ ഈ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ മരിച്ചവരാരും തന്നെ പണക്കാരായിട്ടുള്ളവരല്ല. കർഷകരോ കർഷക തൊഴിലാളികളോ ആണ്. അല്ലെങ്കിൽ ചെറിയ ജോലികൾ ചെയ്ത് ജീവിക്കുന്നവർ, ദിവസക്കൂലിക്ക് ജോലിയെടുക്കുന്നവർ. ഈ ജനതയെ വെല്ലുവിളിച്ചിട്ട് എന്ത് ചെയ്യാനാണ്? ഒന്നുമില്ല. ഇവിടെ സംഭവിക്കുന്നത് കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ, കയ്യൂക്കുള്ളവനെ കാര്യം നടന്നു കിട്ടുകയുള്ളൂ. ഈ 2 തത്വങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നത്. ഞങ്ങളിങ്ങനെ കരയുന്നു, ആ കരച്ചിൽ കേൾക്കാനായിട്ട് ഞങ്ങളുടെ പ്രതിനിധികൾ ഇവിടെ ഇല്ല. ഉള്ളവരത് കേൾക്കുന്നുണ്ടെങ്കിലും ഒരുപക്ഷെ വേണ്ട സ്ഥലത്തത് എത്തിക്കുന്നുണ്ടാവില്ല. വേണ്ട സമയത്ത് വേണ്ടതുപോലെ ഞങ്ങളുടെ വികാരങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് എത്തിച്ചാൽ പോലും അതിൻ്റെ പിന്നാലെ പോയി അത് നേടിയെടുക്കാനുള്ള ആർജവത്വമോ ഇച്ഛാശക്തിയോ ഒന്നും ഒരുപക്ഷെ ഞങ്ങളുടെ പ്രതിനിധികൾക്ക് ഉണ്ടാകണമെന്നുമില്ല. ജനാധിപത്യത്തിൽ എപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണല്ലോ ഒരു നിയോജക മണ്ഡലത്തിന് ആവശ്യമായിട്ടുള്ളത്. ആ നിയോജക മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുന്നവർ എത്രമാത്രം ശക്തമായിട്ട് കാര്യക്ഷമമായിട്ട് സർക്കാരിൽ അതെല്ലാം അവതരിപ്പിച്ച് കാര്യങ്ങൾ നേടിയെടുക്കുന്നു. രാജഭരണത്തിലല്ലല്ലോ നമ്മൾ ജീവിക്കുന്നത്. ഇതെല്ലാം ഇവിടെ സംഭവിക്കുന്നത് ഞാൻ വിചാരിക്കുന്നു. പിന്നെയുള്ളത് ഇതൊന്നും ചെയ്തു കൊടുത്തില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല എന്നൊരു ചിന്തയൊക്കെ ഇവിടെയൊക്കെ ഉള്ളതുപോലെ തോന്നുന്നു. അതുകൊണ്ട് കാര്യക്ഷമതയില്ലായ്മയാണ് ഈ സിസ്റ്റത്തിൻ്റെ, സംവിധാനത്തിൻ്റെ. അതേസമയത്ത് വ്യക്തികളുടെ കഴിവുകേടാണോ എന്നോ അവർ വെല്ലുവിളിക്കുന്നതെന്നൊന്നും ഞാൻ പറയില്ല. പിതാവ്, അവരോട് കൂട്ടിച്ചേർത്തൊരു കാര്യം കൂടി ചോദിക്കാനുള്ളത്, ഇത്ര നാൾ ഈ വന്യജീവാക്രമണം പണ്ടും ഉണ്ടായിട്ടുണ്ട്. വയനാട് ഈ മലയോര മേഖലയെല്ലാം ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്നത് ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വാർത്ത കഴിഞ്ഞു, തൊട്ടടുത്ത ദിവസത്തിന് അടുത്ത വാർത്ത, തൊട്ടടുത്ത ദിവസത്തിന് അടുത്ത. ഇപ്പോഴും നമ്മൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കും കൂടി വന്യമൃഗ ആക്രമണങ്ങളിൽ ഈ ഒരു വയനാട് പേടിച്ചിരിക്കുകയാണ്, തലരാത്രിയും കൂടി. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? പല കാരണമുണ്ട്. അതിർത്തിയിൽ പട്ടാളക്കാരെപ്പോഴും റോന്ത് ചുറ്റും. അതിൻ്റെ കാരണം
ശത്രു എപ്പോഴും നുഴഞ്ഞു കയറാം. ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിൻ്റെ ചുറ്റുപാടും ശത്രുക്കളുണ്ട്. ഈ ശത്രുക്കൾ നുഴഞ്ഞു കയറാനുള്ള അവസരം നോക്കിയിരിക്കുന്നുണ്ട്. പറ്റുമ്പോഴവർ കയറും. അത് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, അതിനെ തടയിടാൻ വേണ്ടിയിട്ട് 24 മണിക്കൂറും കണ്ണിൽ എണ്ണയും ഒഴിച്ച് നമ്മുടെ പട്ടാളക്കാർ ആധുനികമായിട്ടുള്ള യന്ത്ര സംവിധാനങ്ങളോടുകൂടി, വാർത്താ വിനിമയ സംവിധാനങ്ങളോടുകൂടി, ആയുധങ്ങളോടുകൂടി അവിടെ നടക്കുന്നുണ്ട്. അവർക്ക് അറിവ് കിട്ടുമ്പോഴത് എത്രയും പെട്ടെന്ന് അവരുടെ മേലധികാരികളിലേക്ക് എത്തിക്കാനുള്ള സംവിധാനമുണ്ട്. അവരവിടുന്ന് തന്നെ ഓപ്പറേഷൻ തുടങ്ങും, ശത്രുവിനെ തിരിച്ചോടിക്കും. ഈ കാര്യത്തിൽ ഇത് തന്നെയാണ് നടക്കേണ്ടത്. ഇവിടെ നടക്കുന്നില്ല. കാടും നാടും തമ്മിൽ ഇവിടെ വേർതിരിവില്ല. അതുകൊണ്ട് തന്നെ ഈ കാട്ടുമൃഗങ്ങൾ എപ്പോഴും നാട്ടിലേക്ക് ഇറങ്ങുന്നു. ഇതിനെ ഓടിച്ചു വിടാനായിട്ട് ആരുമില്ല. രാത്രിയിൽ ഏതായാലും അവരവിടെ ഇല്ല, വനപാലകർ ഉണ്ടെങ്കിൽ പോലും ഇവിടെയുള്ള വനപാലകർക്ക് ആയുധങ്ങളില്ല കാര്യമായിട്ട്. വളരെ പഴകിയ മോഡലിലുള്ള 1-2 തോക്കുകൾ കാണും. അതുപോലെ ആധുനികമായ വാർത്താവിനിമയ സംവിധാനങ്ങളില്ല. ഇവർക്ക് കിട്ടുന്നത് വലിയൊരു മുളവടിയും ഒരു വാക്കത്തിയുമാണ്. ഈ വാക്കത്തിയും മുളവടിയും കൊണ്ട് ഇന്ന് ഒരു മാനിനെ പോലും നേരിടാൻ പറ്റില്ല. അപ്പോഴാണ് പിന്നെ ആനയെയും കടുവയെയും പുലിയെയും കരടിയും ഒക്കെ നേരിടുന്നത്. അതുകൊണ്ട് ഈ പാവങ്ങളായിട്ടുള്ള വനപാലകർ പോലും അതിൻ്റെ ഇരയാകുന്ന, അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഇരയാണ് പോളെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. അദ്ദേഹം അവരുടെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു. അപ്പം അതുകൊണ്ട് ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് കാടിറങ്ങുന്ന ജീവികളെ കാട്ടിലേക്ക് തുരത്താൻ, അല്ലെങ്കിൽ കാടിറങ്ങാതെ കാടും നാടും വേർതിരിക്കാനുള്ള ഒരാർജവത്ത് ഇവിടെ ആർക്കും ഇല്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, എന്തുകൊണ്ടിങ്ങനെ ഈ മൃഗങ്ങൾ ഇറങ്ങുന്നു? അതിന് വലിയ നീണ്ട ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രം എന്ന് പറയുന്നത് നമ്മൾ ഒരു 80-100 കൊല്ലം മുമ്പിലേക്ക് പോകണം. ഇവിടെ കുടിയേറിയ ആളുകൾ തെക്കൻ തിരുവിതാംകൂറിൽ നിന്ന് മധ്യ തിരുവിതാംകൂറിൽ നിന്ന് കയറിയവരാണ് കൂടുതലും. അവരിങ്ങോട്ട് മാത്രമല്ല, ഇന്നത്തെ നീലഗിരി ജില്ലയിലേക്കും, അന്ന് ഇതെല്ലാം മദ്രാസ് പ്രസിഡന്റിന്റെ ഭാഗമായിരുന്നു, കർണാടകത്തിലെ ചിക്മാംഗ് ജില്ലയിലേക്കും ഒക്കെ കുടിയേറിയിട്ടുണ്ട്. അവരിവിടെ വന്നത് അന്നത്തെ കൊച്ചി തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ആവശ്യമനുസരിച്ചാണ്. പിന്നീട് 2ാം ലോകമഹായുദ്ധം കഴിഞ്ഞപ്പോൾ ആ കാലഘട്ടത്തിൽ തെക്കൻ തിരുവിതാംകൂറിൽ ഭക്ഷണക്ഷാമം വന്നപ്പോൾ ഗ്രോ മോർ ഫുഡ് എന്ന് പറയുന്ന ആ പദ്ധതിയുടെ ഭാഗമായിട്ട് ആളുകൾ ഇങ്ങോട്ട് കുടിയേറി. ഇവിടെ വന്നതിനെല്ലാം പൊന്നു വിളയിച്ചു. ഈ നാട് അവർ വികസിപ്പിച്ചു. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്, ഈ ആളുകൾ അന്ന് ഇവിടെ വന്നപ്പോൾ വാങ്ങിയ സ്ഥലം ഇവിടുത്തെ വലിയ ഭൂ ഉടമകളുടെ, ജന്മികളുടേതായിരുന്നു. ഈ സ്ഥലം പലപ്പോഴും അന്ന് അവർ വാങ്ങിയിരുന്നത് ജന്മത്തിലല്ല, എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ അധികാരത്തോടു കൂടിയല്ലത്. അതിന് ഞങ്ങളുടെ നാട്ടിൽ മറുപാട്ടം, ജന്മമില്ലാത്ത ഭൂമി എന്നൊക്കെ പറയും. അപ്പോൾ അതിന്മേൽ ആ ജന്മിക്ക് 7 വർഷം കൂടുമ്പോഴൊക്കെ ചില അവകാശങ്ങളുണ്ട്. പിന്നീട് അത് സർക്കാർ എടുത്തു കളഞ്ഞതാണ്. അപ്പോൾ ആദ്യകാലത്ത് വാങ്ങിയവർക്ക് ചിലപ്പോൾ പൂർണ്ണമായ രീതിയിൽ ഇന്ന് സർക്കാർ ആവശ്യപ്പെടുന്ന രീതിയിലുള്ള പട്ടയമൊന്നും ഉണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ മറ്റു രേഖകൾ. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ ഭൂ ഉടമകളുടെ പിന്നെയും കിടന്ന ഭൂമികളുണ്ട്. അത് പിന്നീട് നമ്മുടെ ലാൻഡ് സീലിംഗ് ആക്ട് വന്നു കഴിഞ്ഞപ്പോൾ, ഭൂപരിഷ്കരണ നിയമത്തിൽ അതെല്ലാം അവർ സർക്കാർ ഏറ്റെടുത്തത് ഇവിടെയുള്ള ഭൂരഹിതരായിട്ടുള്ളവർക്ക് വിതരണം ചെയ്യാനാണെന്ന് പറഞ്ഞിട്ടാണ്. പക്ഷെ ഒന്നും നടന്നില്ല, കൊടുത്തില്ല. പകരം അതെല്ലാം അവർ വെസ്റ്റഡ് ഫോറസ്റ്റ് എന്ന പേരിലാക്കി. അപ്പോൾ എന്ത് പറ്റി? ഈ വെസ്റ്റഡ് ഫോറസ്റ്റിനുള്ളിലായി ഇവിടെ വാങ്ങിച്ച കർഷകരുടെ ഭൂമി അവർ പണം കൊടുത്ത് വാങ്ങിയതാണ്. പക്ഷേ ഇത് അവരുടേതാണെന്ന് തെളിയിക്കാനായിട്ട് ഒരു പക്ഷേ അവർക്ക് പൂർണ്ണമായ രേഖ ഉണ്ടാവണമെന്നില്ല. അപ്പോഴെന്ത് പറ്റി? അവരെല്ലാം കയ്യേറ്റക്കാരായി. ഈ കാടിൻ്റെ അതിർത്തിയിൽ വന്ന് താമസിച്ചല്ല, കാട് അവരുടെ അതിർത്തിയിലേക്ക് വന്നതാണ്. അപ്പോൾ ഈ വനത്തിൽ നിന്ന് ഈ വെസ്റ്റേൺ ഫോറസ്റ്റിലേക്ക് കടക്കുന്ന ജീവികൾ സ്വാഭാവികമായിട്ടും കൃഷിഭൂമിയിലേക്ക് വരും. അവർ വരാൻ തന്നെ കാരണമുണ്ട്. ഞാനീ വയനാട്ടിൽ 73 മുതൽ വന്നു പോകുന്നതാണ്. ഇവിടെ സ്ഥിരമായിട്ട് 78 മുതൽ താമസിക്കുന്ന ആളാണ്. ഈ വയനാടിൻ്റെ സ്പന്ദനങ്ങൾ എനിക്ക് നന്നായിട്ടറിയാം. തിരുനെല്ലി എന്ന് പറയുന്ന കാട്ടിനകത്ത് 1.5 കൊല്ലം ഞാൻ ആദിവാസികളോട് കിടന്നവനാണ്. അവിടെ മൃഗങ്ങളുണ്ടായിരുന്നു. എൻ്റെ മുമ്പിൽ ആനകൾ വന്ന് പെട്ടിട്ടുണ്ട്. പക്ഷെ എന്നെ ഉപദ്രവിച്ചിട്ടില്ല. ഞാൻ അവരെ ഉപദ്രവിച്ചിട്ടില്ല. അവർക്ക് ആരെ ഉപദ്രവിക്കണമെന്നുമില്ലായിരുന്നു. എന്തേ ഇപ്പം ഇവർ അഗ്രസീവായി, ആക്രമണകാരി? അത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അന്ന് അവർക്ക് ആവശ്യത്തിന് തീറ്റയുണ്ടായിരുന്നു കാട്ടിൽ. അതുപോലെ അവർക്ക് ആവശ്യത്തിന് വെള്ളമുണ്ടായിരുന്നു, കുളിക്കാനും കുടിക്കാനും ഒക്കെ. അതുകൊണ്ട് അവർ പുറത്തേക്ക് ഇറങ്ങേണ്ട ആവശ്യമില്ല.
പിന്നെ അന്ന് മുളയുണ്ടായിരുന്നു ഇഷ്ടം പോലെ. ഈ മുളയുണ്ടായിരുന്നത് തിന്നാവർക്ക്, വെള്ളം ഉണ്ടായിരുന്നത് കുടിക്കാം, കുളിക്കാം. പിന്നെ ഇതിന് ഈ മുളയൊക്കെ ഉള്ള അടിക്കാടെന്ന് പറയും, ചെറിയ ചെടികൾ. അതുള്ളിടത്താണ് മാനുകളൊക്കെ പെരുക. മാനുകൾ, മുയലുകൾ, അതുപോലെയുള്ള ജീവികൾ. അപ്പോൾ ഇവരെയൊക്കെ പിടിച്ചു തിന്നിട്ടാണ് നമ്മുടെ ഈ കേഴ അങ്ങനെയുള്ളതൊക്കെ പിടിച്ചു തിന്നിട്ടാണ് കടുവ പോലുള്ള ജീവിക്കുക. അവർ പുറത്തേക്ക് ഇറങ്ങി വരേണ്ട കാര്യമില്ല, കാരണം അതിനകത്ത് ഈ ജീവികളുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇവർ പരസ്പര സ്നേഹത്തോടു കൂടി അല്ലെങ്കിലും പരസ്പര ബഹുമാനത്തോടെ അങ്ങനെ കഴിയുകയാണ്. ഇങ്ങനെയുള്ള അവസരത്തിലാണ് നമുക്ക് ഈ മാവൂർ റയോൺസ് എന്നൊക്കെ പറയുന്ന ഫാക്ടറി വരുന്നത്. റയോൺസ് ഉൽപ്പാദിപ്പിക്കുന്ന അതിൻ്റെ ഒരു ഈ സിൽക്കൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന നൂല് ഉൽപ്പാദിപ്പിക്കുന്ന സാധനം യാങ്. അതിനുവേണ്ടി ഇവിടുന്ന് ഈ വയനാടൻ കാടുകളിലെ മുള വെട്ടിയിറക്കാനായിട്ട് കരാർ കൊടുത്തു. ഏതാണ്ട് ഒരു 60 മുതൽ 57-60 മുതൽ 10 വർഷം കൊണ്ട് മുളയെല്ലാം പോയി. അന്നത്തെ വ്യവസ്ഥ അനുസരിച്ച് ഇവർ ഈ പകരം മുള വെച്ച് പിടിപ്പിക്കുക എന്നുള്ളതായിരുന്നു. വെച്ച് പിടിപ്പിച്ചില്ല. ഏതാണ്ടൊരു 85 ആയപ്പോഴത്തേനും ഫാക്ടറി പൂട്ടി. നമ്മുടെ ഇവിടുത്തെ സമരം, തൊഴിൽ സംസ്കാരം കാരണം അവർക്ക് മുന്നോട്ട് പോകാൻ നിവൃത്തിയില്ലെന്ന് വന്നു. അവർ ഫാക്ടറി പൂട്ടി, ലേ ഔട്ട് ചെയ്തു. എന്താണ് ഈ എന്നാ പറയുന്നത്, ക്ലോസ് ഡൗൺ ചെയ്തു. പക്ഷേ ഇവിടെ മുള വെച്ച് പിടിപ്പിച്ചില്ല. അതിന് പകരം എന്ത് ചെയ്തു? നമ്മുടെ സർക്കാർ എന്ത് ചെയ്തു? ഇനി റയോൺസിനെ ആശ്രയിച്ചിട്ട് കാര്യമില്ലല്ലോ. പക്ഷെ അതിന് മുമ്പ് തന്നെ ഇവർ ഈ യൂക്കാലിപ്റ്റസ് വെച്ച് പിടിപ്പിക്കാൻ തുടങ്ങിയിരുന്നു. കാരണം മുളയേക്കാൾ ഭാരമുണ്ട്, അതിന് കൂടുതൽ തൂക്കം കിട്ടും, മാത്രമല്ല പെട്ടെന്ന് വളരുകയും ചെയ്യും. ഇവർ പോയതോടുകൂടി ഈ യൂക്കാലിപ്റ്റസ് പിന്നെ ആവശ്യമില്ലെന്ന് വന്നു. ഇതിൻ്റെ നമ്മുടെ വാറ്റുന്നൊന്നുമില്ല. അപ്പോൾ അതങ്ങനെ വളരുന്നു. പിന്നെ മിച്ചം ഉണ്ടായിരുന്നിടത്തൊക്കെ ഇവർ തേക്ക് വെച്ചു. എന്ന് പറഞ്ഞാൽ ഈ സ്വാഭാവിക കാടുകൾ മുഴുവൻ വെട്ടിത്തെളിച്ച് സർക്കാരിൻ്റെ നേതൃത്വത്തിൽ അവിടെ തേക്കും യൂക്കാലിയും വെച്ച് പിടിപ്പിച്ചു. തേക്കിൻ്റെയും യൂക്കാലിയുടെയും സ്വഭാവം അറിയുന്നവർക്കറിയാം, അത് ഭൂമിയിലുള്ള ജലം മുഴുവൻ വലിക്കും. അത് വളരുന്നിടത്ത് ഒരു തുള്ളി ജലം പോലും അടിയിലുണ്ടാവില്ല. ഈ ആനകളുടെയും കടുവകളുടെയൊക്കെ കുടിവെള്ളത്തിൻ്റെയും കുളിവെള്ളത്തിൻ്റെയും സ്രോതസ് അടഞ്ഞു. സ്വാഭാവികമായിട്ട് അവർ പുറത്തേക്ക് ഇറങ്ങും. അതാണ് പിന്നീട് സംഭവിച്ചത്. അപ്പോൾ ഇവിടെ കാട് കയ്യേറിയത് ആരാണ്? ജനങ്ങളല്ല, സർക്കാരുകളാണ്. അവരാണ് ഈ കാട് വെട്ടിത്തെളിച്ചത്, ഈ സ്ഥിതിയിലേക്ക് കാര്യങ്ങളെ എത്തിച്ചത്. അങ്ങനെ ഈ മൃഗങ്ങൾ വരാൻ തുടങ്ങി. അപ്പോഴാണ് ഇതിനിടയിൽ 1972 ഈ അന്തർദേശീയ മൃഗസ്നേഹികൾ അല്ലെങ്കിൽ അന്തർദേശീയ പരിസ്ഥിതിവാദികളുടെയൊക്കെ സമ്മർദ്ദ ഫലമായിട്ട് പുതിയ നിയമങ്ങൾ വരുന്ന UNOയിലൂടെ മറ്റുമായിട്ട് ഈ വന്യജീവി സംരക്ഷണം ഇവിടെ സംരക്ഷിക്കപ്പെടുക മാത്രമല്ല, ഇവിടെ വർദ്ധിച്ചുകൊണ്ടിരിക്കുക കാട്. അപ്പോഴാണ് ഇവിടെ ഈ നിയമം വരുന്നത്. പക്ഷേ നിയമം കേരളത്തിന് മാത്രമല്ലാതെ ബാധകമാകാൻ പറ്റില്ലല്ലോ. അങ്ങനെ കേരളത്തിനും ബാധകമായി, വയനാടിനും ബാധകമായി. അപ്പോൾ ഈ കാടുകളിൽ ഉണ്ടായിരുന്നതിൽ കൂടുതൽ പെട്ടെന്ന് മൃഗങ്ങൾ പെരുകാൻ തുടങ്ങി, പെരുകാൻ തുടങ്ങി. അതുവരെയൊക്കെ ഇങ്ങനെ ഇതുവരെ അതുണ്ടാകുന്നത്, ആ നിയമം വരുന്നത് വരെ ആളുകൾക്ക് ഇതിനെയൊക്കെ വെടിവെക്കാമായിരുന്നു. പന്നികളൊക്കെ വെടിവെക്കുമായിരുന്നു ആളുകൾ, മാനുകളെ വെടിവെക്കും. ഞാൻ ഓർക്കുന്നു, ഞങ്ങളൊക്കെ മലബാറിൽ കുടിയേറിയ കാലഘട്ടത്തിൽ അവിടെ അന്ന് പന്നികളെയും മാനുകളെയും കേഴകളൊക്കെ വെടിവെക്കുമായിരുന്നു. അതിന് തടസ്സമൊന്നുമില്ല. അപ്പോൾ ഈ നിയമം വന്നതോട് കൂടിയിട്ട് ഇതെല്ലാം നിർത്തി. എന്തുപറ്റി? സ്വാഭാവികമായിട്ടും ഈ മൃഗങ്ങളുടെ എണ്ണം കൂടി. എണ്ണം കൂടി കഴിയുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രതിഭാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ആനയ്ക്ക് ഏതാണ്ട് ഒരു 5 മുതൽ 10 കിലോമീറ്റർ ചതുരശ്ര കിലോമീറ്റർ വേണം ജീവിക്കണമെങ്കിൽ ഒരാനയ്ക്ക്. സാധാരണഗതിയിൽ ആനക്കൂട്ടങ്ങളായിട്ടാണ് ജീവിക്കുക. അതിലൊരു കൊമ്പനാന ഉണ്ടാകും, അവനാണ് അതിൻ്റെ നേതാവ്. അവൻ്റെ സാമ്രാജ്യമായിട്ടാണ് ബാക്കിയെല്ലാം കൂട്ടുക. അവൻ്റെ കൂടെ ഒരു 10-20 പെണ്ണാനകൾ, പിടിയാനകളുണ്ടാവും. അങ്ങനെയാണ് അവർ ജീവിക്കുന്നത്. അപ്പോൾ ഈ കൊമ്പൻ്റെ സാമ്രാജ്യത്തിലേക്ക് വേറെ ഒരാളെ പ്രവേശിപ്പിക്കില്ല. അതുകൊണ്ട് ഈ ആനകളുടെ എണ്ണം പെരുകുമ്പോൾ അതിലേറ്റവും ശക്തനായ കൊമ്പൻ ഒരു 10-20 പിടിയാനകളെ കൂട്ടിയിട്ട് ബാക്കിയുള്ളവരെല്ലാം പുറത്ത് തുരുത്തി ഓടിക്കും. അവരെങ്ങോട്ടാണ് പോവുക? അവർക്ക് പോകാനായിട്ട് കാട്ടിലിടവില്ല. മറ്റു കൊമ്പന്മാർ അവിടെയെല്ലാം കീഴടക്കുകയും സ്വാഭാവികമായിട്ട് നാട്ടിലേക്ക് വരും. നാട്ടിലേക്ക് വന്ന് അവർ തീറ്റ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ പോവില്ല. മാത്രമല്ല കാട്ടിൽ ചെല്ലാൻ പറ്റിയല്ലോ, ചെന്നാൽ മറ്റൊരു ഓടിക്കും. അങ്ങനെ അവർ കാട്ടിൽ തീറ്റ ഇല്ലാത്തതുകൊണ്ട് നാട്ടിലാകാൻ തുടങ്ങിയപ്പോൾ വാഴ, നെല്ല്, ചക്ക, പിന്നെ ചെടി, തെങ്ങ് പോലെയുള്ള മരങ്ങൾ, ഇതെല്ലാം അവർ തിന്നും. അങ്ങനെ അവർ വളരെ സുഖകരമായിട്ട് ജീവിക്കാൻ തുടങ്ങി. മാത്രമല്ല ഈ കാട്ടിലെ ഇതെല്ലാം വെള്ളം പറ്റിയതോട് കൂട്ടിയിട്ട് ചൂട് വർദ്ധിച്ചു. അപ്പോൾ ഈ ചൂട് വർദ്ധിച്ചപ്പോൾ അവർക്ക് അവിടെ ജീവിക്കാൻ പറ്റില്ല. നമുക്കറിയാമല്ലോ, നല്ല ഒരു 10-50 ഡിഗ്രി ചൂടായ നമുക്ക് പോലും ഭ്രാന്ത് പിടിക്കുന്ന തോന്നലുണ്ടാകും. ഈ ആനകൾക്ക് അങ്ങനെയാണ്. ആന പോലത്തെ ജീവികൾക്ക് അവർക്ക് ശരീരത്തിൽ രോമങ്ങളില്ല, വേർക്കുകയല്ല അവർ. അതുകൊണ്ട് തന്നെ ഭയങ്കര ചൂടാണ് അവർക്ക് സഹിക്കുക. അതുകൊണ്ട് വെള്ളത്തിൽ പോയി കിടക്കുന്നത്. അപ്പോൾ ആനയ്ക്ക് ഭ്രാന്ത് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെന്നാ ചെയ്യുന്നത്? അവർ വരുന്നത് ഈ കർഷകൻ്റെ വയലിലേക്ക് വന്ന് ചാടും. അതിനകത്ത് ചെളിയാണ് മുഴുവൻ, വെള്ളമുണ്ട്. അവിടെ കിടന്ന് അവർ നന്നായിട്ട് കുളിക്കുക തന്നെ. അപ്പോൾ കർഷകൻ പടക്കം എറിയും, അല്ലെങ്കിൽ ഓടിക്കും, പന്തം എറിയും. അപ്പോൾ ഇതിന് ദേഷ്യം വരും. ദേഷ്യം വന്നവരെ ഓടിക്കാൻ തുടങ്ങും.
ചുരുക്കത്തിൽ ഈ മൃഗങ്ങളും മനുഷ്യനും തമ്മിലുള്ള യുദ്ധം ഇങ്ങനെയാണ് ആരംഭിക്കുന്നത്. ഇവിടെ 1972 നിയമത്തിൽ, വനസംരക്ഷണ നിയമത്തിൽ ഉണ്ടായിരുന്നൊരു പ്രൊവിഷൻ ഉണ്ടായിരുന്നു. എണ്ണം കൂടുന്നതനുസരിച്ച് ശാസ്ത്രീയമായിട്ട് അതിൻ്റെ എണ്ണം നിശ്ചയിച്ച് ആ ഒരു ഏരിയയിൽ കൊള്ളുന്നതിൽ ആവശ്യമുള്ള അല്ലെങ്കിൽ ജീവിക്കാൻ പറ്റാതെ കൂടുതൽ മൃഗങ്ങളുണ്ട്, അവയെ ഒന്നുകിൽ വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകും, അല്ലെങ്കിലോ കൊന്നുകളയും. ഇത് പരിഷ്കൃത രാജ്യങ്ങളെല്ലാം ചെയ്യുന്ന പ്രക്രിയയാണ്. നമ്മുടെ ഇവിടെ ഉണ്ടായത്. പക്ഷേ നിർഭാഗ്യവശാൽ ഈ പരിസ്ഥിതി സംഘടനകളുടെ സമ്മർദ്ദ ഫലമായിട്ട് ആ വകുപ്പ് 98 കിലോമീറ്റർ അത് എടുത്തു കളഞ്ഞു. അപ്പോൾ എന്ത് പറ്റി? ഈ ആളുകൾക്ക് പോലും ഒരു പടക്കം പൊട്ടിക്കാൻ പാടില്ല. ഈ അടുത്ത ദിവസം ഒരു വലിയൊരു ആനപ്രേമി പറയുന്നത് കേട്ടു ഒരു വീഡിയോയിൽ. ഈ പടമല ആക്രമിച്ച അദ്ദേഹത്തെ അജീഷിനെ ആക്രമിച്ച ആനയ്ക്കിട്ട് ആരോ കല്ലെടുത്തെറിയുന്നത് വീഡിയോയിലുണ്ടത്രേ. അപ്പോൾ വീട്ടിൻ്റെ മുമ്പിലേക്ക് ആളുകളെ പിടിക്കാൻ വരുന്ന ആനയെ ഓടിക്കാൻ പാടില്ല, കാരണം അത് ആനയ്ക്ക് ദേഷ്യം ഉണ്ടാക്കും. അതുകൊണ്ട് ആ ആന അജീഷിനെ പിടിച്ചത് ആ മനുഷ്യൻ കല്ലെടുത്തെറിഞ്ഞതുകൊണ്ടാണ്. മാത്രമല്ല അത് വീഡിയോയിൽ കാണാൻ ഒരു 1/4 സെക്കൻഡേ ഉള്ളൂ എന്തോ എറിയുന്നുണ്ട്. ചുരുക്കത്തിൽ ഇവർ പറയുന്നത് ഇങ്ങനെ ഉപദ്രവിക്കാനൊക്കെ വരുന്ന ആനകളെ ഒന്നും ചെയ്യാൻ പാടില്ല, അവർ വീട്ടിലേക്ക് കയറി വന്നോട്ടെ, കുഴപ്പമൊന്നുമില്ലെന്നാണ് പറയുന്നത്. ഇനി ആനയ്ക്ക് അതുപോലെയുള്ള ഏത് ജീവിയാണെങ്കിലും അവർക്ക് നമ്മളെപ്പോലെ ബുദ്ധിയും ബോധമൊന്നുമില്ല. ഒരാളെ കല്ലെടുത്തെറിഞ്ഞു കഴിഞ്ഞാൽ വരുന്നവനെ പിടിക്കും, അത് അവരുടെ നേച്ചർ അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവർ പറയുന്നത് ഈ ആനകൾ സ്വതന്ത്രമായിട്ട് റോഡിൽ കിടക്ക് വിഹരിക്കട്ടെ, ഇതാണ് ഈ പറയുന്നത്. അങ്ങനെ വിഹരിക്കാൻ പറ്റുമോ? ആളുകൾക്ക് രാവിലെ പണിക്ക് പോകണ്ടേ, പള്ളിയിൽ പോകണ്ടേ, കുട്ടികൾക്ക് സ്കൂളിൽ പോകണ്ടേ, രാവിലെ പാൽ കൊടുക്കാൻ പോകണ്ടേ, റബ്ബർ വെട്ടാൻ പോകണ്ടേ? അപ്പോൾ അതെങ്ങനെ പോകും? ഇത് വല്ലാത്തൊരവസ്ഥാവിശേഷമാണ്. ഇവരെ നിയന്ത്രിക്കാൻ ആരുമില്ല, ഫോറസ്റ്റിൻ്റെ അതിർത്തിയിൽ ആരുമില്ല, ക്യാമറകളില്ല, ഏർലി വാർണിംഗ് സിസ്റ്റംസ് ഇല്ല. പിന്നെ ഇതിങ്ങനെ അപ്പോൾ ചുരുക്കത്തിൽ ഇതൊരു നിരന്തര പ്രതിഭാസമായി മാറുകയാണ്. ഇവിടെ സർക്കാരുകൾ നിശബ്ദരാകുന്നു. കാരണം ഈ പരിസ്ഥിതിവാദികളുടെ സമ്മർദ്ദമുണ്ട്, അവരിൽ നിന്ന് കിട്ടുന്ന പണമുണ്ട്, ഇതെല്ലാം മൂലം അവർ നിശബ്ദരാകും. തീർച്ചയായിട്ടും ഇപ്പോൾ ഈ ഒരു പ്രശ്നത്തിൽ സർക്കാർ അടിയന്തരമായിട്ട് ഇപ്പോൾ ഇത്രയും ഇഷ്യൂ എത്തി നിൽക്കുകയാണ്. ഇനി അടിയന്തരമായിട്ട് എന്ത് നിലപാടാണ് സർക്കാർ ഉടനടി ചെയ്യേണ്ടത്? ഇവിടെയുള്ള ജനതയ്ക്ക് ഒരു സുരക്ഷിതത്വ ബോധം കൊടുക്കുന്ന നടപടികളുണ്ടാവണം. എന്താണ് അതിനുള്ള മാർഗം? ഒന്നാമതായിട്ട് ഈ അതിർത്തിയിൽ അങ്ങോളം ഇങ്ങോളം 24 മണിക്കൂറും മൃഗങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങാതെ റോന്ത് ചുറ്റുന്ന ആയുധധാരികളായ വനപാലകരുണ്ടാവണം. അത് കമ്മ്യൂണിക്കേഷനായിട്ടുള്ള അതിനുള്ള മീൻസ് ഉണ്ടാവണം, ആയുധങ്ങളുണ്ടാവണം. എപ്പോഴൊക്കെ ആനകൾ അതിർത്തി വരുമ്പോഴല്ല ഇവർ അറിയേണ്ടത്, ആനകളുടെ സഞ്ചാരപഥങ്ങൾ എല്ലായിടത്തും ആന പോകുകയല്ല, ആനയ്ക്ക് ആനത്താരകളുണ്ട്. അത് തിരിച്ചറിഞ്ഞിട്ട് അവിടെ ഏർലി വാർണിംഗ് സിസ്റ്റംസ് വെക്കാം. അപ്പോൾ തന്നെ ആളുകൾക്ക് വാർണിംഗ് കൊടുക്കാം, മുന്നറിയിപ്പ് കൊടുക്കുന്നതേ എല്ലാവരും വീട്ടിൽ കയറിക്കണമെന്ന് പറയും. പക്ഷേ എല്ലാ ദിവസവും എല്ലാ വശത്തും കുറേ ആനകൾ ഇറങ്ങി അവർക്ക് പറ്റില്ല. അപ്പോൾ അതിൻ്റെ ശാസ്ത്രീയമായ മാർഗം വേറെയാണ്, കള്ളിങ്ങൊക്കെയാണ്, അതാണ് അതിൻ്റെ. അപ്പോൾ അതുകൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ടതാണ് ഈ അതിർത്തിയിൽ ഈ പറയുന്ന ആയുധധാരികളായിട്ടുള്ള വനപാലകർ 24 മണിക്കൂറും വേണം, സുരക്ഷിതത്വം കൊടുക്കണം. രണ്ടാമതായിട്ട് ഈ പറയുന്ന രീതിയിൽ എണ്ണം കൂടുതലുണ്ടെങ്കിൽ അവയെല്ലാം എണ്ണം കുറയ്ക്കണം. ഒന്നുകിൽ കൊല്ലണം, അല്ലെങ്കിൽ ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യണം. ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യുമ്പോൾ ഇവിടുന്ന് തൊട്ടപ്പുറത്തെ കർണാടകത്തിലേക്ക് പറഞ്ഞു വിട്ടാൽ പോരെ, കാരണം ഇതെല്ലാം ഒറ്റ വനമാണ്. അവരിങ്ങോട്ട് വരും, ഇവിടെ വന്ന് തീറ്റയും വെള്ളം കണ്ടവരൊരിക്കലും അങ്ങോട്ട് പോവില്ല, അവിടെ മുഴുവൻ ഉണക്കാണ്, ഒന്നുമില്ല. അവരെങ്ങ് ഹിമാലയത്തിൻ്റെ അടുത്തുള്ള എല്ലാ UP യിലേക്ക്, അവിടെയൊക്കെ കാടുകളുണ്ട്, ഇത്രയും കടുവകളോ ആനകളൊന്നുമില്ല, അവിടെ കൊണ്ടുവിടണം, അല്ല അവർ ഇനിയും വരും. നമുക്കറിയാമല്ലോ, നമ്മുടെ വീട്ടിലൊരു പൂച്ച അടുത്ത വീട്ടിൽ കൊണ്ടുവിട്ട് അവ തിരിച്ചു വരും. തീർച്ചയായിട്ടും. അതേസമയത്തൊരു 100 കിലോമീറ്റർ അപ്പുറത്ത് കൊണ്ടുവിട്ടാൽ വരികയല്ല. ഇതാണ് അതിൻ്റെ തത്വം. പിന്നെ ഇവരെ കൊണ്ടുവിട്ടിട്ട് ഇവരെങ്ങനെയാണ്? അവർക്കവിടെ ജീവിക്കാൻ പറ്റില്ല, ഒന്ന് ഭക്ഷണമില്ല, കുടിക്കാൻ വെള്ളമില്ല, പിന്നെ ഈ മറ്റ് ശക്തന്മാരുടെ ആക്രമണം, അതുകൊണ്ടൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇത് ചെയ്യണം സർക്കാർ. രണ്ടാമത്തെ കാര്യം, ഈ നഷ്ടപരിഹാരം ഉയർത്തണം. ഇതൊന്നും പോരാ. ഇപ്പോൾ ഒരു വീടിൻ്റെ ആശ്രയമായ ഒരാൾ മരിച്ചാൽ കേവലം 5 ലക്ഷം രൂപ മതിയോ? ഒരു രോഗം വന്നാൽ പോലും അത് പോരല്ലോ. ഇവരൊക്കെ പലരും കടമുള്ളവരല്ലേ, കുട്ടികൾ സ്കൂളിൽ പോകുന്നവരല്ലേ. അപ്പോൾ ഇതൊക്കെ ആര് നടത്തും? അതേക്കുറിച്ചൊന്നും സർക്കാരിനൊരിതില്ല. ഇനി ഇപ്പം തന്നെയുള്ള ഈ വനപാലകർ ഈ ഒരു ആന, ഒരു കടുവ വന്നു കഴിഞ്ഞാൽ അതിനെ പിടിക്കാനായിട്ട് ഓപ്പറേഷൻ തണ്ടർ എന്നൊക്കെ പറഞ്ഞ് ഒരു മിഷൻ വെക്കും. അത് ഒരാഴ്ച കിടന്നിട്ട് ആർക്കും ഒന്നും പിടിക്കാൻ പറ്റുന്നില്ല. ഒരാഴ്ച കിടന്ന ഒരു 50 ലക്ഷം രൂപ എങ്കിലും ചിലവാകും. എന്തിനാ അത്രയും ചിലവാക്കുന്നത്? അതിലൊരു 10 ലക്ഷം രൂപ കൊടുക്കാവുള്ളൂ, അത് ചെയ്യില്ല. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചെയ്യണം. ഇപ്പോൾ ഈ വയനാട് ആക്രമിച്ച മോഴയാനെ ഇത്ര നാളായിട്ട് അതിന് ഇതുവരെ മയക്കുവെടി വയ്ക്കാനോ പിടിക്കാനോ സാധിച്ചിട്ടില്ല എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. ഇത്ര നാളായിട്ട് സർക്കാർ അതിൻ്റെ പുറകെ പോവുകയാണ്. എന്നിട്ടും ഇങ്ങനൊരു കാര്യം, അതായത് മലയോര ജനതയ്ക്ക് ഇതിന്റെ പേടിയോടുകൂടി അല്ലെങ്കിൽ അവിടെ ജീവിക്കുന്നു, അല്ലെങ്കിൽ അതേപോലെ അവർ ജീവിച്ചോട്ടെ, അവരങ്ങനെ വേണം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഗൂഢ ലക്ഷ്യം സർക്കാരിന്റെ. അതായത് ഇത് അവരങ്ങനെ ജീവിച്ചോട്ടെ എന്ന് മനഃപൂർവ്വം കരുതുന്നതാകില്ല. അതിനകത്ത് പല ഘടകങ്ങളുണ്ട്. ഒന്ന്, ഇങ്ങനെ ഇവരെ വിട്ടാലും
ആരും ഒന്നും ചോദിക്കാനില്ല. ശക്തിയില്ലാത്തവരാണ് അവർ. സംഘടനാ ശക്തിയില്ല, സാമ്പത്തിക ശക്തിയില്ല, ഒന്നുമില്ല. പിന്നെ മസിൽ പവർ. ഈ ഹർത്താലിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, പാർട്ടികളൊക്കെ പോയിട്ട് എല്ലാം അടിച്ചു തകർക്കുന്നത്, നമ്മുടെ വണ്ടികൾ ഇവരതിനൊന്നും പോകാറില്ല. അപ്പം അതുകൊണ്ട് അവർ പേടിക്കേണ്ട കാര്യമില്ല. പിന്നെയുള്ളത് ഇവർ രാഷ്ട്രീയ ശക്തിയല്ല. അപ്പം ഇങ്ങനെ ഇവരെ ഒരു പേടിയില്ലാത്ത അവസ്ഥ. രണ്ടാമത്തെ കാര്യം, അതിശക്തരാണ് ഈ പരിസ്ഥിതി സംഘടനകൾ. അവർക്ക് അന്തർദേശീയ ഫണ്ടുകളുടെ സ്വാധീനമുണ്ട്, പിൻബലമുണ്ട്. അതിൽ നിന്ന് ഇവിടെയുള്ളവർക്കൊക്കെ കിട്ടുന്നുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നത്. അല്ല, ഇത്രയധികം ആവേശം അവർ കാണിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇതെല്ലാം ഉള്ളതുകൊണ്ട് ഈ ജനതയെ അങ്ങോട്ട് മനഃപൂർവ്വം അവഗണിക്കുന്നു. അവരങ്ങനെയൊക്കെ ജീവിച്ചുള്ളൂ. തീർച്ചയായിട്ടും പിതാവ് ഫണ്ടിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അതായത് മനുഷ്യൻ ചത്താലും കുഴപ്പമില്ല, മൃഗങ്ങളെ രക്ഷിക്കപ്പെടണമെന്നൊരു ചിന്താഗതിയാണ് ഇവരെ കാണുന്നത്. അപ്പോൾ ഇത് നമ്മുടെ വയനാടായാലും ഒരു പൈതൃക ഇതായിട്ട് UN പ്രഖ്യാപിക്കുന്നു. അതിനുശേഷം മറ്റ് ഇപ്പം നമുക്കറിയാം ഗാഡ്ഗിൽ, കസ്ത് അങ്ങനെയുള്ള പല റിപ്പോർട്ടുകളും ഈ ഒരു പ്രദേശം ഉൾപ്പെടുത്തി ജനങ്ങൾ ഒഴിഞ്ഞു പോകേണ്ട അവസ്ഥയിലേക്കൊക്കെ വരുന്നു. ഇതിൻ്റെ പിന്നിലെ ഇന്റർനാഷണൽ ഫണ്ടിങ് അത് എങ്ങനെ, എന്തിനെക്കുറിച്ച് പറയാം? അതായത് ഇപ്പോൾ ഈ മൃഗങ്ങൾ ജീവിക്കണമെന്നുള്ളതല്ല ഇവരുടെ ആഗ്രഹം. മൃഗങ്ങൾ ജീവിച്ചെങ്കിലേ ഇവർക്ക് കിട്ടാനുള്ളത് കിട്ടുകയുള്ളൂ. അതാണ് അതിൻ്റെ വശം. അപ്പം മൃഗങ്ങളോടുള്ള സ്നേഹമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അവർക്ക് അവരോട് തന്നെ ഈ പണത്തോടുള്ള സ്നേഹമാണത്. മൃഗങ്ങളുണ്ടെങ്കിൽ അവർക്ക് പണം കിട്ടുള്ളൂ. കാരണം അതിനു വേണ്ടിയിട്ടാണ് ഈ പ്രദേശത്തെ ലോക പൈതൃക പ്രദേശമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ ലോക പൈതൃക പ്രദേശത്ത് മൃഗങ്ങൾ വർദ്ധിക്കണം. എത്രമാത്രം കൂടുന്നു അത്രമാത്രം നല്ലതാണ് അവർക്ക്. അതുപോലെ കാടുകൾ വർദ്ധിക്കണം. ജനങ്ങളുടെ ഇടപെടൽ കുറയണം. ഇപ്പോൾ കെട്ടിടം പണി, മറ്റ് കൃഷികളൊക്കെ കുറയണം. അപ്പോൾ ഇതെല്ലാം ഉണ്ടെങ്കിലേ ഈ അന്തർദേശീയ ഏജൻസികൾ പണം കൊടുക്കുകയുള്ളൂ. ഇനി അവർക്കാരാ പണം കൊടുക്കുന്നത്? അവർക്ക് ഈ പടിഞ്ഞാറൻ വികസിത രാജ്യങ്ങളിൽ കാർബൺ എമിഷൻ നടത്തുന്ന കമ്പനികളാണ് കൊടുക്കുന്നത്. അവർക്ക് അതിന് പകരമായിട്ട് അവർ ഉൽപ്പാദിപ്പിക്കുന്ന, പുറത്തേക്ക് വിടുന്ന കാർബൺ ഡയോക്സൈഡോ മോണോക്സൈഡോ ഏതാണ്ട്, അതിന് പകരമായിട്ട് അവർ ലോകത്തിൽ എവിടെയെങ്കിലും കാട് വെച്ച് പിടിപ്പിക്കണം. അതിപ്പോൾ അമേരിക്കയിൽ വെച്ച് പിടിപ്പിക്കാൻ പറ്റില്ല, അവർ സമ്മതിക്കില്ല. അതുകൊണ്ട് ഈ മൂന്നാം ലോക രാജ്യങ്ങളെന്ന് പറയുന്ന ഇന്ത്യ, ബ്രസീൽ പോലെയിടത്തേക്ക് വിടും. അവിടുത്തെ പ്രത്യേകത എന്താണ്? അവിടെ കാട് വെച്ച് പിടിപ്പിക്കാതെ തന്നെ അതൊക്കെ നടക്കും കാര്യങ്ങൾ. അപ്പോൾ നമുക്കിവിടെ നമ്മുടെ കർഷകൻ്റെ ഭൂമിയിൽ നാളെ ഒരു ബോർഡ് വെക്കണം, ഇത് ആനത്താരയാണെന്ന് വെച്ചാൽ നമ്മളാരും ഒന്നും ചെയ്യാൻ പോവുകയില്ല. നമ്മുടെ ഈ റോഡിലൂടെ എല്ലാം വെച്ചിട്ടുണ്ട്, ആനത്താരയാണിത്, നിശബ്ദമായിട്ട് പോകണം, ആരും ചോദിക്കാറില്ല. അപ്പോൾ ഇത് കാലക്രമത്തിൽ കാടായിക്കൊള്ളും. അപ്പോൾ ഇവിടെ ഇതൊക്കെ നടക്കും എന്നൊരു തോന്നൽ അവർക്കുണ്ട്. അതുകൊണ്ടാണ് ഇതിൻ്റെ എല്ലാം പിന്നാലെ ഇവർ പോകുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ കഴിഞ്ഞ കേരളം മലയോര ജനതയുടെ പ്രതിഷേധ ചൂടറിഞ്ഞ ദിവസമായിരുന്നു കഴിഞ്ഞ 2-3 ദിവസങ്ങൾ. മാധ്യമങ്ങളിലെല്ലാം ഒരു ദിവസം മുഴുവനായിട്ട് നിന്ന പ്രതിഷേധം. അതിനോടനുബന്ധിച്ച് എനിക്ക് തോന്നുന്നു എല്ലാ ജനതയും ഉണ്ടായിരുന്നു, ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, ബന്യ എല്ലാവരും ഉണ്ടായിരുന്നു, വൈദികരുണ്ടായിരുന്നു. പക്ഷെ അതിൽ വൈദികരാണ് ഇതിന് നേതൃത്വം കൊടുത്തത്, അല്ലെങ്കിൽ പ്രശ്നം വഷളാക്കിയത് വൈദികരാണ് എന്നുള്ള ഒരു ആരോപണം ഇപ്പോൾ ചില രാഷ്ട്രീയ നേതാക്കളിൽ നിന്ന് ഉയരുന്നുണ്ട്. ഇതിനെ ഈ മാനന്തവാടി രൂപത എങ്ങനെയാണ് കാണുന്നത്? ഞാൻ അതിനോട് പ്രത്യേകിച്ചൊന്നും പ്രതികരിക്കാൻ പോകുന്നുമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രാദേശികമായ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രാദേശികമായ ഒരു ഘടകം പറഞ്ഞു, അവർക്ക് അവരുടേതായ ലക്ഷ്യങ്ങളുണ്ടാകും. ഇനി ഇതിനകത്ത് സംഭവിച്ചത് എന്താണ്? ഈ പറയുന്ന പോളിൻ്റെ മൃതദേഹം അന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുമെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നല്ലോ, കോഴിക്കോട് നിന്ന്. അന്ന് കൊണ്ടുവരുമ്പോൾ ഇത് വാഹനത്തിലേ കൊണ്ടുവരികയുള്ളൂ എന്നും ഈ ഹർത്താലാണെങ്കിൽ ഇവിടെ നടത്താനായി ഈ വണ്ടി പോകാൻ ഹർത്താൽ അനുകൂലികൾ സമ്മതിക്കാലെന്ന് അറിയാമായിരുന്നല്ലോ. ഇവിടെ മൃതശരീരം കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഈ നാടിൻ്റെ വിലാപമായിട്ട് മാറിയ ആ മൃതശരീരത്തെ ഒന്ന് കാണാനായിട്ട് നാനാഭാഗങ്ങളിൽ നിന്ന് അനേക ആയിരങ്ങൾ വരുമെന്ന് ഇവർക്കറിയത്തില്ലായിരുന്നു. പിന്നെ എന്തുകൊണ്ട് 3 പാർട്ടികൾ ഒന്നിച്ച് പ്രഖ്യാപിച്ചു ഹർത്താൽ? അത് വലിയൊരു ചോദ്യചിഹ്നം എൻ്റെ മുമ്പിൽ. അതിനകത്തെ ഉദ്ദേശശുദ്ധി ഞാൻ സംശയിക്കുന്നു. അപ്പോൾ എന്നിട്ടും ജനങ്ങൾ ഒഴുകിയെത്തി. അതാണതിൻ്റെ വിരോധാഭാസം. അവർ ചിന്തിക്കാതെ പോയത്. ആരും പറഞ്ഞിട്ടല്ല അവിടെ വന്നത്. അവിടെ ഒരു നേതൃത്വമില്ലായിരുന്നു. ഒരു പക്ഷേ ആ നേതൃത്വത്തിൻ്റെ അഭാവമാണ് ഈ കണ്ടത്. അതുകൊണ്ടാണ് ഈ അനിഷ്ട സംഭവങ്ങളുണ്ടായത്. അപ്പോൾ അവിടെ വന്നവർ വൈദികർ മാത്രമൊന്നുമല്ല, എല്ലാ ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അവർ തന്നെ പ്രഖ്യാപിച്ചതെങ്കിലും. അപ്പോൾ ഇതിനകത്ത് ആരൊക്കെ എന്തൊക്കെ ചെയ്തു എന്ന് പൂർണ്ണമായിട്ടും നമുക്ക് പറയാൻ പറ്റില്ല. ഒരു ആൾക്കൂട്ട മനഃശാസ്ത്രമുണ്ട്. അപ്പോൾ ഈ ആൾക്കൂട്ട മനഃശാസ്ത്രം അനുസരിച്ച് ഒരാളൊരു കല്ല് പെറുക്കി എറിഞ്ഞാൽ തുടർച്ചയായിട്ട് ബാക്കി എറിയാൻ തുടങ്ങും. അതാണ് ആൾക്കൂട്ട മനഃശാസ്ത്രം. ഇവിടെ പ്രശ്നമുണ്ടാക്കണമെന്ന് മനഃപൂർവ്വം ചിന്തിച്ച് ഏതെങ്കിലുമൊക്കെ സർക്കാരിനെയോ മറ്റു പാർട്ടികളെ, പ്രതിപക്ഷത്തെയോ ഭരണപക്ഷത്തെയോ ഒക്കെ അവഹേളിക്കാനും അതല്ലെങ്കിൽ നാട്ടുകാരെ ഭയപ്പെടുത്താനുമൊക്കെയുള്ളൊരു തന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് ഇതിനുള്ളിലുള്ളവർ തന്നെ വെസ്റ്റഡ് ഇൻട്രസ്റ്റ്, നിശ്ചിത താല്പര്യക്കാർ ഇങ്ങനെയുള്ള അക്രമങ്ങളിലേക്ക് തിരിഞ്ഞു കാണാം. അതിൻ്റെ ഫലമായിട്ട് മറ്റുള്ളവരും ഏറ്റുപിടിച്ച് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ
ഈ സംഭവമാണ് അവിടെ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് അച്ഛന്മാർ നേതൃത്വം കൊടുത്തു എന്ന് പറയാൻ പറ്റില്ല, കാരണം അവിടെ ഒരു നേതൃത്വം ഇല്ലായിരുന്നു. ഞാൻ ഈ രൂപതയിൽ നിന്ന് ആർക്കും ഒരു നിർദ്ദേശം കൊടുത്തില്ല, ഒരു പള്ളിയിൽ നിന്ന് അച്ഛന്മാർ ഇന്ന രീതി ചെയ്യണമെന്നൊരു നിർദ്ദേശം കൊടുത്തില്ല. അത് സ്വയം വന്നതാണ്. ഈ മൃതശരീരം കൊണ്ടുപോയി പുൽപ്പള്ളിയിൽ വെച്ച് ആ സമയത്ത് തന്നെയാണ് പുൽപ്പള്ളിക്ക് അടുത്തൊരു പശുവിനെ കടുവ പിടിക്കുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു കുറ്റത്തെ വിലയിരുത്തുന്നത്? ഒരു കുറ്റത്തെ വിലയിരുത്തുന്നത് ഒരു മാനസിക അസ്വാസ്ഥ്യമുള്ള വ്യക്തിയുടെ കുറ്റകൃത്യം എന്ന് പറയുന്നതും സുബോധത്തോടുകൂടി 100% അറിവോടുകൂടി ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി ചെയ്യുന്ന തമ്മിൽ വ്യത്യാസമില്ല, ഉണ്ട്. ഇവിടെ ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ വരുന്ന ആളുകൾ മാനസികമായിട്ട് തകർന്നവരാണ്. ഈ മാനസികമായിട്ട് തകർന്നവർ മാനസികമായിട്ട് വിഭ്രാന്തിയിലാണ്. അവരെന്തൊക്കെ ചെയ്യുമെന്ന് നമുക്ക് പറയത്തില്ല. അപ്പോൾ അതിനിടയിൽ ഇതുപോലെയുള്ള നിശ്ചിത താല്പര്യക്കാർ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അതിനെ അനുകരിച്ച് ചെയ്യാനുള്ള പ്രവണത കൂടും. അതാണ് അവിടെ നടന്നത്. അതുകൊണ്ട് ഈ കേസെടുത്തതിനെ ഒന്നും ന്യായീകരിക്കാൻ എനിക്ക് പറ്റില്ല. തന്നെയുമല്ല, ഇതിലും വലിയ അക്രമങ്ങൾ നടത്തുന്ന ബന്ധനുകൂലികൾ എന്തെല്ലാം ചെയ്യുന്നു. ഇവിടെ കേസെടുക്കുമായിരിക്കും വളരെ ദുർബലമായ വകുപ്പുകൾ, അതെല്ലാം വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു പ്രതികാര ബുദ്ധിയോടുകൂടി ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവിടെയൊക്കെ എന്തൊക്കെയോ സംശയിക്കേണ്ടതുണ്ട്. കാരണം ഈ പോലീസുകാർ, ഞാൻ വിചാരിക്കില്ല അവർ സ്വന്തം ഇഷ്ടത കേസെടുക്കുമെന്ന്, ഒരിക്കലും ചെയ്യില്ല. അവർക്ക് മുകളിൽ നിന്നുള്ള നിർദ്ദേശമൊക്കെ കിട്ടിയാൽ മാത്രമേ അവരെടുക്കുകയുള്ളൂ. അവർ സ്വയം എടുത്തു കഴിഞ്ഞാൽ അത്രയൊക്കെ ഉണ്ടാവും. അപ്പം അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ചിലതൊക്കെ ഇങ്ങനെ നമ്മൾ സംശയിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അത്രയൊക്കെ എനിക്ക് അതേക്കുറിച്ച് പറയാനുള്ളൂ. ഈ റീജിയണൽ ആയിട്ടുള്ള പ്രാദേശികമായിട്ടുള്ള പ്രതികരണത്തോടൊക്കെ ഞാൻ കാര്യമായിട്ടൊന്നും പ്രതികരിക്കില്ല. അതെനിക്കൊരു പ്രശ്നവുമല്ല. ഓക്കെ. പിതാവേ, സഹായം, സർക്കാർ സഹായം, ഇതുവരെ സർക്കാർ സഹായം ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. രൂപത എന്താണ് ഈ ഇവർക്ക് വേണ്ടി സഹായം? രൂപത ഞങ്ങളിപ്പോൾ ചെയ്ത് ഇവിടുന്ന് രൂപതയ്ക്ക് അങ്ങനെ ഒരുപാട് കൊടുക്കാൻ പറ്റില്ല. നമ്മളിപ്പോൾ സർക്കാരിനെ പോലെ ആളുകളുടെ നികുതി പിരിക്കുന്നവരല്ല, അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് അനുവാദത്തോടുകൂടി ആയിരക്കണക്കിന് കോടി കടമെടുക്കുന്നവരല്ല. എടുത്താൽ പോലും നമ്മൾ നിശ്ചിത സമയത്ത് അടയ്ക്കണം. ഇവിടെ കൊടുക്കുന്ന നമുക്കിപ്പോൾ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും സംഭാവന തരികയോ അല്ലെങ്കിൽ നമ്മൾ തന്നെ ചില ചിലവുകളൊക്കെ കുറച്ചിട്ട് മിച്ച തുകയൊക്കെ കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ ഈ പടമല അവിടെ ശാലികത്തിൽ മരിച്ച അജീഷിൻ്റെ കുഴപ്പത്തിൽ നമ്മൾ 10 ലക്ഷം രൂപ അജീഷിൻ്റെ 2 മക്കളുടെ പേരിൽ നമ്മൾ മാനന്തവാടിയിലെ ഒരു ഷെഡ്യൂൾഡ് ബാങ്കിൽ നിക്ഷേപിക്കുകയാണ്. ഇത് സ്ഥിര നിക്ഷേപം. ആ കുട്ടികൾ ഓരോരുത്തരും 18 വയസ്സാകുമ്പോൾ അവർക്കത് പലിശയോടുകൂടി എടുത്ത് ഉപയോഗിക്കത്തക്ക രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതാണ് നമ്മൾ ചെയ്തത്. മറ്റൊക്കെ താൽക്കാലികമായിട്ടൊക്കെ നമ്മൾ പലരും ചെയ്യാറുണ്ടെങ്കിലും ഇങ്ങനെ ഒരെണ്ണം ചെയ്തത് ഇതാണ്. ലോക്സഭ ഇലക്ഷൻ അടുത്തിരിക്കുകയാണ്. ഉടനെ തന്നെ അതിൻ്റെ ഇതെല്ലാം വരും. ഈ സമയത്ത് ഈ ഒരു രാഷ്ട്രീയ നിമിഷത്തിൽ എന്തായിരിക്കും നമ്മുടെ സഭയുടെ അല്ലെങ്കിൽ രൂപതയുടെ രാഷ്ട്രീയ നിലപാട്? നമുക്കറിയാമല്ലോ, രൂപത എന്ന് പറയുമ്പോൾ അതൊരു സംവിധാനമാണ്. സംവിധാനത്തിലൊരു നിലപാടില്ല, അതിലുള്ള ആളുകൾക്കാണ് നിലപാട്. അതിലിപ്പം ബിഷപ്പിൻ്റെ നിലപാടായിരിക്കണമെന്നുമില്ല അച്ഛന്മാരുടെ നിലപാട്. എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഒരു ജനാധിപത്യത്തിൽ തീർച്ചയായിട്ടും അവനവൻ്റെ വ്യക്തി സ്വാതന്ത്ര്യത്തെ മാനിക്കുന്നു. നിലപാടുകൾ എടുക്കേണ്ടത് അവരവരാണ്. പിന്നെ ഈ കത്തോലിക്കാ സഭയുടെ വിശ്വാസ സംഹിതകൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിലപാടുകൾ എടുക്കുന്നത്. അത് ഓരോ വ്യക്തിയുടെയും നിലപാടാണ്. സഭ മൊത്തം എടുത്താലും അല്ലെങ്കിൽ ഈ രൂപതയിൽ നിന്ന് ഞാൻ പറഞ്ഞാലും എല്ലാവരും അങ്ങനെ ചെയ്യണമെന്നൊരു നിർബന്ധവുമില്ല. മാത്രമല്ല, നമ്മുടെ സമൂഹം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് കത്തോലിക്ക സമുദായം സമൂഹം രാഷ്ട്രീയ ലൈനുകളിൽ വളരെയധികം ഫ്രാഗ്മെന്റഡ്, വിഭജിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ ഒരു പൊതുവായിട്ട് എനിക്കൊന്നും പറയാൻ പറ്റില്ല. എനിക്ക് പറയാൻ പറ്റുന്നത് ഈ നാടിന് നന്മ ചെയ്യുന്നവർ, ജനാധിപത്യത്തെ മാനിക്കുന്നവർ, നമ്മുടെ ഭരണഘടനയെ മാനിക്കുന്നവർ, എല്ലാവരെയും തുല്യരായി കാണുന്നവർ, സംവിധാനത്തെ ജുഡീഷ്യറിയൊക്കെ മാനിക്കുന്നവർ, അതുപോലെ അഴിമതിക്കും കോഴയ്ക്കും ഒന്നും കൂട്ടുനിൽക്കാത്തവർ, വാങ്ങാത്തവർ, തിന്മ, അതായത് ഈ ആരെയും സ്വാധീനിച്ച് എന്തെങ്കിലുമൊക്കെ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരെ സംരക്ഷിക്കാതിരിക്കുന്നവർ, ഇങ്ങനെയൊക്കെയുള്ള ആളുകളെ ഭരണത്തിലേക്ക് കൊണ്ടുവരണം, അല്ല തിരഞ്ഞെടുക്കണമെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ അപ്പോഴും ഇങ്ങനെയുള്ള ഒരാളുണ്ടെങ്കിലും അയാളെ തിരഞ്ഞെടുത്താൽ അയാൾ ഉൾപ്പെടുന്ന പാർട്ടി അങ്ങനെയായിരിക്കും നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഈ ആൾക്ക് അവിടെ ചെല്ലുമ്പോൾ സ്വരം നഷ്ടപ്പെടും, ഒച്ചയുണ്ടാവില്ല, അയാൾ പാർട്ടിയുടെ ലൈനനുസരിച്ച് പോകേണ്ടി വരും. ഇങ്ങനെയുള്ളൊരു ദുരവസ്ഥ ഈ ജനാധിപത്യത്തിലുണ്ട്. അപ്പോൾ ഇതിന് പരിഹാരമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഞാൻ പലപ്പോഴും ചെയ്യുന്നതാണ്, ഈ ജനാധിപത്യത്തിൻ്റെ മൂല്യത്തെക്കുറിച്ച്, ഇത് നഷ്ടപ്പെട്ടാലുണ്ടാകുന്ന നഷ്ടത്തെക്കുറിച്ച് ഒക്കെയുള്ള അവബോധം നമ്മുടെ ജനത്തിന് കൊടുക്കുക. എന്നിട്ട് അവർക്ക് ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്യട്ടെ. നമുക്ക് കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വിലയറിയില്ല എന്ന് പറഞ്ഞതുപോലെ ഒരു ജനാധിപത്യ രാജ്യമായി ഇന്ത്യയിൽ ജീവിക്കുന്നവർക്ക് ഇപ്പോൾ ഈ ജനാധിപത്യത്തിൻ്റെ വില മനസ്സിലാവില്ല. ഇതില്ലാത്തൊരവസ്ഥ വരുമ്പോഴാണ് അന്ന് വിലപിക്കേണ്ടി വരുന്നത്. അങ്ങനെ വിലപിക്കാതിരിക്കണമെങ്കിൽ ഇന്നേ നമ്മൾ ബുദ്ധിപൂർവ്വം ഈ ജനാധിപത്യത്തിൽ വോട്ട് ചെയ്യണം.
മാത്രമല്ല ജനാധിപത്യത്തെ സംരക്ഷിക്കുന്ന എപ്പോഴും പൊതുജനത്തിൻ്റെ വോട്ടവകാശമുള്ളവരുടെ നിതാന്ത ജാഗ്രതയാണ് ഈ ജനാധിപത്യത്തിന് ജനം കൊടുക്കുന്ന വിലയെന്ന് പറയുന്നത്. അതില്ലാതാകുമ്പോൾ, വോട്ട് ചെയ്യാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലുമൊക്കെ വെറുതെ ഒരു താല്പര്യത്തിൻ്റെ പേര് വോട്ട് ചെയ്യുമ്പോൾ ഈ ജനാധിപത്യത്തെ ക്രമേണ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആകാതിരിക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ ആശംസ. അങ്ങനെയുള്ളവർക്ക്, ഇതിനു വേണ്ടി നിൽക്കുന്നവർക്ക് വോട്ട് കൊടുക്കട്ടെ, ഇതെനിക്ക് പറയാനുള്ളൂ. നമ്മുടെ മുഖ്യമന്ത്രിയായാലും വനമന്ത്രിയായാലും ഇതുവരെയും വയനാട് സന്ദർശിച്ചിട്ടില്ല. ഇത്രമാത്രം പ്രശ്നങ്ങളുള്ളപ്പോൾ ശരിക്കും ഇത് ഇവിടുത്തെ ജനങ്ങളിൽ വലിയ രോഷം ഉളവാക്കുന്നില്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും അവർ സന്ദർശിക്കാത്തതിൽ ജനം രോഷം ഉളവാക്കുന്നുണ്ട്. ഇപ്പം ഇന്ന് നമ്മളിത് റെക്കോർഡ് ചെയ്യുന്ന അവസരത്തിൽ നമ്മുടെ ഗവർണറുടെ വന്നിരുന്നല്ലോ. അദ്ദേഹത്തിൻ്റെ ആ വരവും അദ്ദേഹത്തിൻ്റെ ആ പെരുമാറ്റവും എല്ലാം ഒരുപാട് പേർക്ക് ആശ്വാസം പകർന്നിട്ടുണ്ട്. അതുപോലെയൊക്കെയുള്ളൊരു ആശ്വാസം ഒരുപക്ഷെ ഉണ്ടാകുമായിരുന്നു അവർ വന്നിരുന്നെങ്കിൽ എന്ന് വിചാരിച്ച്, വന്നില്ല എന്ന് വിചാരിച്ച് ഞാൻ പൂർണ്ണമായും അത് തെറ്റാണെന്നും പറയില്ല. കാരണം അവർക്ക് അല്ലാതെ തന്നെ ഇവിടുത്തെ സംവിധാനങ്ങളെ ഏകോപിപ്പിക്കാനും ഫലപ്രദമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുമെങ്കിൽ വേണം, നിർബന്ധമില്ല. കാരണം ഇന്നത്തെ കാലത്ത് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതേ സമയത്ത് ഇത് രണ്ടും നടക്കുന്നില്ല. അവർ വരുന്നുമില്ല, കാര്യങ്ങളിവിടെ കാര്യക്ഷമമായിട്ടൊന്നും ഏകോപിക്കുന്നുമില്ല, ഒന്നും നടക്കുന്നുമില്ല. ഈ അവസ്ഥയിലാണ് ഇവിടുത്തെ ജനങ്ങൾ അവരോടുള്ള എതിർപ്പ് പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടൊരു ജനാധിപത്യത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ അടങ്ങുന്ന ഒരു ഗവൺമെൻറ്, അവർക്കിവിടെ വരാനുള്ള കടമയുണ്ട്. വന്നിടത്ത് തീർച്ചയായിട്ടും കാര്യങ്ങൾ മെച്ചപ്പെടുമായി. മാത്രമല്ല, ഏതൊരു സമൂഹത്തിലും ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ഉടനെ തന്നെ ഇടപെട്ട് അതിനെ തീർക്കണം. അതൊരിക്കൽ വലുതായി കഴിഞ്ഞാൽ, സമൂഹത്തിന് എല്ലാ ഭാഗത്തെയും വ്യാപിച്ചു കഴിഞ്ഞാൽ അതിനെ കെട്ടടക്കുക എളുപ്പമായിരിക്കില്ല. അതാണ് ഇവിടെ സംഭവിച്ചത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അവർ വന്നിരുന്നെങ്കിൽ, കാര്യക്ഷമമായിട്ട് ഇടപെട്ടിരുന്നെങ്കിൽ ഇതിനു മുമ്പേ തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമായിരുന്നു എനിക്കൊരു ചിന്തയുണ്ട്. പിതാവ്, ഒരുപാട് നന്ദി ഇത്ര നേരം ഞങ്ങളുമായി പ്രതികരിച്ചതിനും ഈ ഒരു മലയോര ജനതയുടെ, കർഷകരുടെയൊക്കെ വിഷമവും കാര്യങ്ങളെല്ലാം നമ്മുടെ പ്രേക്ഷകരുമായി പങ്കുവച്ചതിനും ഒരുപാട് നന്ദി. താങ്ക് യു.